സംഗീത രംഗത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന ഇളയരാജയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് തമിഴ്നാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ചടങ്ങ്. അതിൽ എം.കെ. സ്റ്റാലിൻ, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ പുകഴ്ത്തിക്കൊണ്ട് രജനീകാന്ത് മുന്നോട്ട് വന്നു. ആ ഒരു ചടങ്ങിൽ പ്രമുഖരായ പല ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: പഴയതും പുതിയതുമായിട്ടുള്ള രാഷ്ട്രീയ എതിരാളികളെ ഒരുപോലെ വെല്ലുവിളിക്കുന്ന എം.കെ. സ്റ്റാലിൻ ഒരു നക്ഷത്രമാണ് എന്നായിരുന്നു. ഈ ഒരു ഡയലോഗ് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കും? തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രജനീകാന്തിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വിജയ് തമിഴ്നാട്ടിലൊരു തിളങ്ങി നിൽക്കുന്ന ഒരു അവസരത്തിൽ DMKയ്ക്ക് ശക്തമായൊരു വെല്ലുവിളിയുമായി നിരന്തരം പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന വിജയ് 2026 തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ വരികയാണ് എന്നുള്ളൊരു അഭ്യൂഹങ്ങൾക്കിടെ ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് TVK എന്ന വിജയുടെ തമിഴക വെട്രി കഴകം എന്ന് പറയുന്നൊരു സംഘടനയുണ്ടാക്കി വിജയ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കി വയ്ക്കുന്ന കോലാഹലങ്ങളല്ല, തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു ആരാധക പിന്തുണ ഈ ഒരു പ്രസ്ഥാനത്തിന്, ഒരു തെരഞ്ഞെടുപ്പ് പോലും നേരിട്ടിട്ടില്ലാത്തൊരു പാർട്ടി തമിഴ്നാട്ടിൽ ഇത്ര വലിയൊരു ക്രൗഡിനെ കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി. ഇതിനു മുൻപേ വിജയുടെ ആരാധക കൂട്ടായ്മ ഏറെ നാളായി തമിഴ് സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. രജനീകാന്തിന് ശേഷം ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ഒരു നടനാണ് വിജയ്. അദ്ദേഹത്തിനുള്ള ഒരു യുവജനങ്ങൾക്കിടയിൽ വിജയ്ക്ക് ഉള്ള ഒരു ആരാധക പിന്തുണ അവകാശപ്പെടാൻ സാധിക്കുന്ന മറ്റൊരു യുവതാരം തമിഴ്നാട്ടിൽ നിലവിലില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു അവസരത്തിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അത് കൃത്യമായ ഹോംവർക്കോടെ, ആരെയാണ് ആക്രമിക്കേണ്ടത്, ആരോടൊപ്പമാണ് നിൽക്കേണ്ടതെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ ആണ് വിജയ് തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത്. അതിനും 6-7 വർഷങ്ങൾക്ക് മുൻപ് വിജയുടെ ആരാധക കൂട്ടായ്മകളുണ്ട്. ഈ ആരാധക കൂട്ടായ്മകളും കേരളത്തിൽ ഒരു സിനിമാ താരത്തിൻ്റെ ആരാധക കൂട്ടായ്മ എന്നതിനപ്പുറം തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയുടെ ആരാധക കൂട്ടായ്മ എന്ന് പറയുന്നത് വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അത് 6-7 വർഷമായിട്ട് ദിനം പ്രതി പ്രവർത്തിച്ചു വന്നിരിക്കുന്ന ഒരു കേഡർ സംവിധാനമുള്ള ഒരു സംഘടനയാണ്. അതിൽ തന്നെ എത്രയധികം ലക്ഷക്കണക്കിന് ആളുകളാണ് വിജയുടെ ഈ ആരാധകരായിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ വളരെയധികം ഒരു കേഡർ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായതിനാൽ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വേരോട്ടം ഈ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ TVK എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയോടുള്ള ആരാധന, ആ ഒരു ആരാധനയുടെ പുറത്ത് വരുന്ന ആളുകളുണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറം DMK പോലും ഇത്രയധികം ഒരു കോളിളക്കം വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. അവരുടെ ആദ്യഘട്ടത്തിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുസമ്മേളനം മധുരയിൽ നടക്കുമ്പോൾ, ആദ്യം നടക്കുന്നത് വിക്രവണ്ടിയിലാണ്. വിക്രവണ്ടിയിൽ പൊതുസമ്മേളനം നടക്കുമ്പോൾ പോലും ആ ഒരു ആരാധക കൂട്ടായ്മ, വിജയുടെ പൊതുസമ്മേളനത്തിന് തടിച്ചുകൂടുന്ന ജനങ്ങൾ, ആ ഒരു ജനങ്ങളുടെ ഒരു ഇമോഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സമയത്ത് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ 15% വോട്ട് പിടിച്ചെടുക്കാൻ വിജയ്ക്ക് സാധിക്കുമെന്നായിരുന്നു ഇവരുടെയൊക്കെ പ്രചരണം. എന്നാൽ ദിനം പ്രതി വിജയുടെ ഓരോ സമ്മേളനവും അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഓരോ സന്ദർഭത്തിലും ഈ ഒരു കണക്ക് കൂട്ടൽ മാറി മറിയുകയാണ്. 15 എന്ന് പറയുന്നിടത്ത് 20-നും 25-നും ഇടയ്ക്ക് വിജയ് തമിഴ്നാട്ടിൽ വോട്ട് പിടിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രവചനങ്ങൾ. ഇത് ആദ്യം വിക്രവണ്ടിയിൽ വിജയുടെ ആദ്യത്തെ പൊതുസമ്മേളനം വരുന്നു. അതുണ്ടാക്കി വെക്കുന്ന ഒരു ആരവം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കാരണം 5 ലക്ഷത്തോളം അണികളെ രംഗത്തിറക്കിക്കൊണ്ടൊരു വലിയ പൊതുസമ്മേളനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതുതായി എത്തുന്ന ഒരു കക്ഷി സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. തമിഴ്നാട് വളരെ വലിയൊരു സംസ്ഥാനമാണ്. അവിടെ ആളെ കൂട്ടാനും പഞ്ഞമില്ല, പണമെറിഞ്ഞാൽ ആരും. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സ്വഭാവം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അണികളെ, നമ്മുടെ സിനിമയിലേക്കൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്നത് പോലെ തമിഴ്നാട് രാഷ്ട്രീയ പരിപാടികൾക്ക് അണികളെ സപ്ലൈ ചെയ്യുന്ന പരിപാടിയൊക്കെ അവിടെയുണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറം വിജയ്ക്ക് അണികളെ കൂട്ടാൻ തൻ്റെ ഒരു സ്റ്റാർഡം വെച്ച് തന്നെ വിജയ് അവിടെ നിറഞ്ഞു നിൽക്കുന്നു. വിജയുടെ വാക്കുകൾ കേൾക്കാൻ വരുന്നത് ലക്ഷങ്ങളാണ്. 5 ലക്ഷത്തോളം ആരാധകർ അല്ലെങ്കിൽ അണികളാണ് തമിഴക വെട്രി കഴകത്തിൻ്റെ ആദ്യത്തെ പരിപാടി വിക്രവണ്ടിയിൽ നടന്നപ്പോൾ അവിടെ എത്തിയത്. രണ്ടാമത്തെ പൊതുസമ്മേളനം നടന്നത് 2025 ഓഗസ്റ്റ് 21-നാണ്. ഈ ഓഗസ്റ്റ് 21-ന് രണ്ടാമത്തെ പൊതുസമ്മേളനം മധുരയിൽ നടക്കുമ്പോൾ അവിടേക്കും 3 ലക്ഷത്തിൽ പരം ആളുകളാണ് ആ ഒരു പൊതുസമ്മേളനത്തിലേക്ക് എത്തുന്നത്. അവിടെ ഒന്നാമത്തെ പൊതുസമ്മേളനത്തിനേക്കാൾ കൂടുതലായി തമിഴ്നാടിലെ DMK സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെയും എല്ലാം ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് വിജയ് അവിടെ നിറഞ്ഞു നിന്നത്. അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ AIDMK എന്ന് പറയുന്നൊരു രണ്ടാമത്തെ കക്ഷിക്ക് ബദലായിക്കൊണ്ട് TVK എന്ന ഒരു മൂന്നാം മുന്നണി BJPക്കും AIDMKയ്ക്കും അപ്പുറത്തേക്ക് DMKയ്ക്ക് പരസ്യമായൊരു വെല്ലുവിളിയുമായി എത്തുന്നു എന്നൊരു സന്ദേശമാണ് വിജയുടെ ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ്
വിജയുടെ ആ ഒരു ആളെ കൂട്ടാനുള്ള കഴിവ്, ആ ഒരു കഴിവിനെ DMK തീർച്ചയായും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രജനീകാന്ത് എന്ന് പറയുന്ന തമിഴ്നാട് സിനിമയിലെ നിലവിലുള്ളതിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ജയലളിതയുമായിട്ട് പരസ്യമായിട്ട് കൊമ്പുകോർത്തതടക്കമുള്ള പലവിധ സംഭവങ്ങൾക്ക് ശേഷം രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊരു നിരന്തരമായിട്ടുള്ള അഭ്യൂഹങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ 2020 അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല, സിനിമ തന്നെ ആണ് മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ തീരുമാനിച്ചതെന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. എന്നാൽ ആ ഒരു രജനീകാന്തിനെ തന്നെ ഒപ്പം കൂട്ടാനാണ് DMK ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ മാത്രമേ വിജയ് എന്നൊരു വെല്ലുവിളി അവർക്ക് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ബോധ്യം അവർക്കുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ സംഗീത മാന്ത്രികനായിട്ടുള്ള ഇളയരാജയ്ക്ക് ഒരു ആദരവുമായിട്ടൊരു സർക്കാർ ചിലവിലാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആ ഒരു പരിപാടിക്ക് അതിഥിയായി എത്തിയ രജനീകാന്ത് ആ ഒരു പൊതുവേദിയിൽ, സർക്കാർ നടത്തുന്ന പൊതുപരിപാടിയിൽ പുതിയ എതിരാളികളും പഴയ എതിരാളികളുമില്ല, സ്റ്റാലിനൊരു ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു നക്ഷത്രമാണ് സ്റ്റാലിൻ എന്നൊരു പ്രസ്താവന നടത്തുമ്പോൾ അവിടെ രജനീകാന്ത് ഏത് വശത്തേക്കാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ DMKയുടെ ഒപ്പമാണ് രജനീകാന്തിൻ്റെ മനസ്സെന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ രജനീകാന്തിന് ഈ ഒരു സമയത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ, സിനിമാ താരങ്ങൾക്ക് തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനമുണ്ട്. അങ്ങോട്ട് MGRും കരുണാനിധിയും അതുപോലെ തന്നെ ജയലളിതയും ഒക്കെ മാറി മാറി തമിഴ്നാടിൻ്റെ ഭരണകർത്താക്കളായിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആ കാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ പരാജയപ്പെട്ട ഒരുപാടാണ്. കാരണം കമൽഹാസൻ അദ്ദേഹം ഒരു മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പുറപ്പെടുന്ന ഒരു സമയത്തും അവിടെ തിരിച്ചടി നേരിട്ടു. പിന്നീട് DMKയിൽ ഒരു നിഴലായി മാത്രം ഒരു MP സീറ്റിന് വേണ്ടി DMKയോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ പരിണമിച്ചു എന്ന് പറയുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അപ്രവചനീയത തീർച്ചയായിട്ടും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ DMKയോടൊപ്പം രജനീകാന്ത് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ കൂടി വരുമ്പോൾ വിജയനെ അത്രയധികം DMK എന്ന് പറയുന്ന പ്രസ്ഥാനം ഭയപ്പെടുന്നു. കാരണം ഓരോ പൊതുസമ്മേളനത്തിലും വിജയ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ആദ്യത്തെ പൊതുസമ്മേളനത്തിൽ അത്ര അധികം DMKയെ അദ്ദേഹം ആക്രമിക്കാൻ ശ്രമിച്ചില്ല എന്ന്. രണ്ടാമത്തെ പൊതുസമ്മേളനം വിക്രവണ്ടിയിൽ മധുരയിൽ നടക്കുമ്പോൾ അങ്കിൾ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഒരു പരാമർശം, തമിഴ്നാട്ടിൽ വാഗ്ദാനങ്ങൾ പാലിക്കാനാവാത്തൊരു സർക്കാരിനാണ് നിലവിലുള്ളത്, അതിൽ സ്റ്റാലിൻ സാധാരണയായിട്ട് തമിഴ്നാട്ടിൽ സൗജന്യങ്ങൾ ധാരാളമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ ചെലവിൽ. അങ്ങനെയാണ് അവർ വോട്ടുകൾ സമാഹരിക്കാനായിട്ട് പലവിധ തന്ത്രങ്ങൾ തമിഴ്നാട്ടിൽ ഓരോ രാഷ്ട്രീയ കക്ഷികളും പയറ്റുന്നുണ്ട്. അങ്ങനെ തന്തൈ, പിതാവ് എന്നൊരു ഇമേജിലാണ് സ്റ്റാലിനെ അവിടെ പലവട്ടം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെല്ലാം ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് TVയും ഗൃഹോപകരണങ്ങളും ഒക്കെ DMK സമ്മാനിക്കുന്നതും ആ ഒരു ഇമേജിലാണ്. സ്റ്റാലിന് ഒരു തന്തൈ ഇമേജ്, പിതാവ് എന്നൊരർത്ഥത്തിലുള്ള ഇമേജ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ DMK ശ്രമിക്കുന്നുണ്ട്. അതിനൊരു വിള്ളൽ വരുത്തുന്ന രീതിയിലാണ് വിജയുടെ ഒരു ആദ്യത്തെ രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത്. വിജയ് സിനിമാ സ്റ്റൈലിൽ അങ്കിൾ സ്റ്റാലിൻ എന്ന് വിളിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാക്കി വെക്കുന്ന രാഷ്ട്രീയ ആഘാതങ്ങൾ ചെറുതല്ല. അതുകൂടാതെ തന്നെ ദ്രാവിഡ സ്വത്വത്തിന് ഏറ്റവും അധികം വളക്കൂറുള്ള ഒരു മണ്ണാണ്. അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊരു മുന്നണിക്ക് അവിടെ വേരോട്ടം ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് BJP ഇപ്പോഴും തമിഴ്നാട് രാഷ്ട്രീയം പടിക്ക് പുറത്ത് നിർത്തുന്നതും. അവിടെ ADMK ശിഥിലമായി പോകുമ്പോൾ എടപ്പാടി പളനിസ്വാമിയും അതോടൊപ്പം തന്നെ O പനീർസെൽവവും രണ്ട് തട്ടിലായിട്ട് ADMK എന്ന് പറയുന്ന സുശക്തമായൊരു പ്രസ്ഥാനം ജയലളിതയുടെ മരണത്തോടെ ശിഥിലമായി പോകുന്ന ഒരു കാഴ്ച തമിഴ്നാട് രാഷ്ട്രീയം കണ്ടതാണ്. അവിടേക്ക് BJPക്കും കടന്നു വരാൻ സാധിക്കാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വിജയ് TVK എന്ന് പറയുന്ന പുതിയൊരു മുന്നണിയുമായിട്ട് അവിടേക്ക് വരുന്നത്. അവിടെ ADMKയോടൊപ്പമോ BJPയോടൊപ്പമോ സന്ധിയില്ലാതെ സ്വതന്ത്രമായി തങ്ങൾ ഒറ്റയ്ക്കാണ്. അവിടെ വിജയ് പറയുന്നൊരു കാര്യമുണ്ട്, മധുരയിൽ എല്ലാ മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ 234 നിയമസഭാ സീറ്റിലും വിജയാണ് മത്സരിക്കുന്നതെന്നൊരു പ്രതീതി. അവിടെ DMK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ എതിരാളി വിജയ്ക്ക്, തമിഴ്നാട്ടിൽ DMKയ്ക്ക് എതിരായിട്ട് പ്രതിപക്ഷം, യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് വിജയ് കടന്നു വരികയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ജനങ്ങൾ തീർച്ചയായിട്ടും ഒരു വിജയിനെക്കുറിച്ച്, അല്ലെങ്കിൽ വിജയുടെ പുതിയ മുന്നണിയെ തീർച്ചയായും യുവജനങ്ങൾക്കിടയിൽ കൃത്യമായി വേരോട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആളാണ് വിജയ്. അതെന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പൊതുവേദിയിലൊക്കെ വളരെ ഷൈ ആയിട്ട് വരുന്ന ഒരാൾ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നൊരു തീരുമാനമുണ്ടായതിനു ശേഷം നമ്മൾ എത്രത്തോളം വിജയ് ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു മനുഷ്യന് എത്രത്തോളം രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ സാധിക്കുമെന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം അപ്പുറം വിജയുടെ ആദ്യത്തെ പൊതുസമ്മേളനത്തിന് ശേഷം ആ ഒരു ആശങ്ക പിന്നീട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം എത്രത്തോളം മനോഹരമായിട്ടാണ് വിജയ് സംസാരിക്കുന്നത്. എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപദേശകരോ ഒന്നുമില്ലാതെ കൃത്യമായിട്ട് ജനങ്ങളുടെ വികാരം എന്തെന്ന് മനസ്സിലാക്കി, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ
വിജയ്ക്ക് സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അതുകൂടാതെ ഓരോ DMK-യിലെ ആയാലും ADMK-യിലെ ആയാലും നേതാക്കളെ ഒപ്പം കൂട്ടാൻ MGR-നെയും അണ്ണാദുരയും ഒക്കെ വിജയുടെ പൊതുസമ്മേളനത്തിലെ ചിത്രങ്ങളായി കാണാം. BR അംബേദ്കർ, അതോടൊപ്പം തന്നെ നാച്ചി അമ്മാൾ, തമിഴ്നാട്ടിലെ വനിതാ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അനിഷേധിയായിട്ടുള്ള ഒരു വനിതയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തൻ്റെ പൊതുസമ്മേളനത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടികളിൽ നിന്നുള്ള വോട്ടുകൾ കൂടി തനിക്ക് സമാഹരിക്കാൻ ഇത്തരത്തിലുള്ള ആളുകളെ, ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ സാധിക്കുമെന്നൊരു കണക്കുകൂട്ടൽ വിജയ്ക്കുണ്ട്. അത് തീർച്ചയായിട്ടും വിജയുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കാരണം DMK-യിലെയും AIDMK-യിലെയും വോട്ടുകൾ കൂടി സമാഹരിക്കാൻ, അവിടെ വിള്ളൽ വീഴ്ത്താൻ, അവരുടെ വോട്ട് കോട്ടകളിൽ ഒരു വിള്ളൽ വീഴ്ത്തി അതും കൂടി സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയ് ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന പൊതുസമ്മേളനത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപാണ് വിജയ് തമിഴ്നാട്ടിൽ ഉള്ള എല്ലാ ജില്ലകളിലും 58 ജില്ലകളിലും ഒരു രാഷ്ട്രീയ വിശദീകരണ യാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. മുന്നോടിയായിട്ടാണ്, അതിന് പിന്നാലെയാണ് ഇപ്പോൾ രജനീകാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വിജയ്ക്കെതിരെ അല്ലെങ്കിൽ സ്റ്റാലിന് അനുകൂലമായിട്ട് ഉണ്ടാകുന്നത് പോലും. അവിടെ കഴിഞ്ഞ ദിവസം തിരുച്ചിറപ്പള്ളിയിലാണ് വിജയുടെ ആദ്യത്തെ രാഷ്ട്രീയ വിശദീകരണ യാത്രയിൽ ആദ്യത്തെ പൊതുപരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. അവിടേക്ക് പോലും വന്നതെന്ന് പറയുന്ന 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിനെന്ന് പറയാൻ പറ്റുന്ന ജനങ്ങളാണ്. അവിടെ ഓരോ ശനിയാഴ്ചകളിലുമാണ് ഇത്തരത്തിൽ പൊതുപരിപാടികൾ 58 ജില്ലകളിലും 58 ദിവസങ്ങളിലായി ഓരോ ശനിയാഴ്ചകളിലും 2024 ഡിസംബറിൽ തീരുന്ന കണക്കിനാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മർക്കടൈ മാർക്കറ്റിൽ, തിരുച്ചിറപ്പള്ളിയിലെ മർക്കടൈ മാർക്കറ്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വിജയ് ക്യാരവനിൽ വരുന്നു. ക്യാരവനിൽ നിരവധി ആളുകൾ, അണ്ണാദുരൈ, കാമരാജ്, അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും അനിഷേധ്യരായ നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച ക്യാരവനിലേറി വിജയ് വരുമ്പോൾ അവിടെ തമിഴ്നാട് പോലീസിൻ്റെ അടക്കം മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് 10 മണിക്കും 11 മണിക്കും ഇടയിലുള്ള സമയത്ത് പൊതുപരിപാടി തീർക്കണം, അല്ലെങ്കിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് പോലീസ് കൊടുത്തിരുന്നെങ്കിൽ പോലും തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സമ്മേളന നഗരിയിലേക്ക് വിജയ്ക്ക് എത്താനെടുത്ത സമയമെന്ന് പറയുന്നത് 4.5 മണിക്കൂറാണ്. അത്രയധികം ജനക്കൂട്ടമാണ് വിജയെ കാത്ത്, ആ ഒരു തമിഴ്നാട്ടിലെ വെയിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ ഒരു വെയിലത്ത് വിജയെ കാത്ത് അത്രയധികം ആളുകളാണ് അവിടെ നിന്നത്. വിജയ് ഈ ശനിയാഴ്ച നടത്തുന്നത്, തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ പരിപാടി നടത്തുന്നത് സാധാരണയായിട്ട് അതിനെ എല്ലാ ദിവസവും എന്ന കണക്കിലാണ് നടത്തുന്നത്. എന്നാൽ വിജയ് തമിഴ്നാട്ടിൽ എല്ലാവരും ജോലിക്ക് പോയി വരുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന ആ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അതിലൂടെയും ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വിജയ് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് തീർച്ച. എന്തായാലും DMK വിജയെ ഭയപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ 15% വോട്ടുകൾ മാത്രം സമാഹരിക്കുമെന്ന് കരുതുന്ന TVK ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കറുത്ത കുതിരകളായി DMK-ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തും. 25% തമിഴ്നാട് രാഷ്ട്രീയത്തിൽ DMK-യും AIDMK-യും BJP-യും അതിനെല്ലാം അപ്പുറം മറ്റ് പല കക്ഷികളുമുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ എതിരിട്ടുകൊണ്ട് 25% വോട്ട് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം പോലും നേരിട്ടിട്ടില്ലാത്ത ഒരു പുതിയ കക്ഷി നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോൾ അത് DMK-യെ തീർച്ചയായും ഭയപ്പെടുന്നുണ്ട്. എന്തായാലും വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലൊരു സൂര്യൻ മറയുന്നു, ചന്ദ്രൻ ഉദിക്കുകയാണെന്നാണ് വിജയ് കഴിഞ്ഞ ദിവസവും പൊതുസമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും സിനിമാറ്റിക് സ്റ്റൈലിൽ ദ്രാവിഡ സ്വത്വങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കാൻ ഇളയ ദളപതി, അല്ലെങ്കിൽ ദളപതി എന്ന പേര് രജനീകാന്തിനായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് വിജയിലേക്ക് വന്നു ചേർന്നത്. എന്തായാലും വിജയുടെ വരവ് ഭയപ്പെട്ട് തന്നെയാണ് DMK വേദിയിൽ ഈ രജനീകാന്തിൻ്റെ അടക്കം പ്രസ്താവന. എന്തായാലും സ്റ്റാലിനെ തീർച്ചയായും ഒരു വെല്ലുവിളി സൃഷ്ടിക്കാൻ വിജയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.